ആ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ ശങ്കരാചാര്യരുടെ ശിഷ്യനാണെന്നല്ലേ പറയുന്നത്. ആ പരമ്പരയിൽപ്പെട്ടതാണ് ശങ്കരാചാര്യ ശിഷ്യൻ എന്തായാലും. ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെ. കാരണം ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ നേരിട്ട് കണ്ടിട്ടില്ല. തസ്മൈ ഗുരുജി എങ്ങനെയാണ് ഗുരുദേവന്റെ ശിഷ്യനാണ്? നേരിട്ട് കണ്ടിട്ടില്ല. അതാണ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തുള്ളൂ. എനിക്ക് എൻ്റെ ഗുരു ദർശനം തന്നാണ്. അല്ല, ശിവഗിരി ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു സ്വാമി അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ തസ്മൈ ഗുരുജിയുടെ പേരെന്തോ പറഞ്ഞപ്പോൾ എന്നോട് എടുത്ത വില പുള്ളി അയകവട്ടാണ്. എനിക്ക് വട്ടാണ്. തസ്മൈ ഗുരുജി അയകവട്ടാണ്. ഒരു വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന ഒരു പെൺകുട്ടി വേണ്ടത് എനിക്കൊരു ഉത്തമനായിട്ടുള്ള ഒരു ഭർത്താവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു സർക്കാർ ജോലിയുള്ള പയ്യൻ വേണമെന്ന് ആലോചിച്ച് അത് കിട്ടും. ഭർത്താവായിരിക്കില്ല. ഇന്ന് പ്രേം നസീറിന് ആരെങ്കിലും അറിയും? അങ്ങനെയല്ല. ആ ഒരു ആരാധന ഉണ്ടോ ആളുകളുടെ ഉള്ളിൽ? തലമുറ മാറിയപ്പോൾ അത് മാറി പോയി. ഇതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജ് ഈ പറയുന്ന എല്ലാ നടന്മാരും ആളുകളുടെ ഉള്ളിൽ നിന്ന് പോകും. ശ്രീനാരായണ ഗുരു പോവോ? അവർ ചെയ്തു വയ്ക്കുന്ന പ്രവൃത്തികൾ ഇവിടുന്ന് പോവോ? ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത. നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ഇവരൊക്കെ പുനർജനിക്കുന്നു എന്നുള്ളതല്ലേ? ഈ ഗുരുക്കന്മാർക്ക് പുനർജന്മം ഇല്ല. ഒരു കൂട്ടം ആളുകൾ വന്ന് ഗുരുജിയെയും മറ്റുള്ളവരെയും പുകഴ്ത്തിയിട്ട് പോകുന്നത് ചർച്ചയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും തർക്കങ്ങളുള്ളവർക്കും പങ്കെടുക്കാം. നിങ്ങളുടെ തർക്കങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ തർക്ക പോയിന്റുകൾ കൃത്യമായി ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നെ. ഇത് കിട്ടുന്ന അവസരമാണ്. ഈ അവസരം നമ്മൾ കളയല്ല ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയുടെ അടിയിൽ എഴുതുന്ന പോലെയല്ല എന്നെ ഇനിമേലിൽ ഗുരുവെന്നെ വിളിക്കാവുള്ളൂ ഞാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ പരീക്ഷിച്ചു. ഇവൻ ഗുരു ആണോ അല്ലയോ എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്നെ ഇങ്ങനെ കീറിയിട്ട് ഭിത്തിയിലങ്ങ് ഒട്ടിക്കണം. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട ബഹുമാനായ തസ്മൈ ഗുരുജിയാണ്. ഗുരുജി നമസ്തേ. നമസ്തേ. ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും ഒരു കേരള യാത്രയാണ്. കേരളത്തിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ പിടിച്ചിവിടെ കൊണ്ടിരുന്നത് അങ്ങയുടെ തിരക്കുകൾ അറിയാം എങ്കിൽ പോലും. ഗുരുജി, സ്പിരിച്വൽ അവേഴ്സ് 2025 നമ്മുടെ ഏപ്രിൽ 20-ാം തീയതിയാണ് കൊച്ചിയിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അങ്ങടക്കം 4 ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അങ്ങാണ് അതിൽ ഏറ്റവും കൂടുതൽ ശിഷ്യസമ്പത്തുള്ള ആളുകൾ. മറ്റുള്ളവരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ അറിവ് പകരുന്നവരാണ്. അപ്പോൾ എന്താണ് ഈ പരിപാടിയെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? നല്ല അറ്റംപ്റ്റാണ്. എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഉദ്യമം സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. കാരണം ആത്മീയതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാനൊരു ആത്മീയ വ്യക്തി ആയതുകൊണ്ട് പറയല്ല. ഇന്ന് സമൂഹത്തിൽ എല്ലാത്തിൻ്റെയും ശരിക്കും ബേസ് ആത്മീയത ഉണ്ടെങ്കിലേ ഭൗതിക ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാവും. അപ്പോൾ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ചെറിയ ഒരു സ്റ്റെപ്പെങ്കിലും എടുത്തു വയ്ക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, ചെറുതല്ല. മറ്റൊരു ചാനലുകാർക്കും വേണ്ടാത്തൊരു കാര്യം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾക്കും വേണ്ടാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളതിൽ ചെറുതായിട്ട് തുടങ്ങി ഇന്നതിൻ്റെ ഒരു നല്ല ഫോമിലേക്ക് എത്തിയേക്കാണ്. ഇതിൻ്റെ എല്ലാ തുടക്കത്തിൻ്റെയും കാരണക്കാരനിൽ ഒരാളുടെ പേര് തസ്മൈ ഗുരുജി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ പല വീഡിയോകളിലും അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നവകേരളയിൽ ജോലി ചെയ്ത രോഹിത്ത് അവിചാരിതമായി മറൈൻ ഡ്രൈവിൽ വെച്ച് തസ്മൈ ഗുരുജി എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുന്നു. അന്നങ്ങ് ഒരു വലിയ മിഷൻ്റെ പിന്നാലെയായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അത് പറഞ്ഞ നാളെ അത് പൂർത്തീകരിച്ച് തരുമായിരിക്കും, എനിക്കറിയില്ല. അങ്ങ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വലിയൊരു ഉപ്പ് ശേഖരണാർത്ഥം കേരളം മുഴുവൻ യാത്ര ചെയ്ത സമയമാണ്. അന്ന് അങ്ങേ കാണുന്നു. പിറ്റേന്ന് നമ്മൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്റ്റുഡിയോയിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നു. പിന്നീട് ആ ചർച്ചകൾ സ്പിരിച്വൽ വഴിയിലേക്ക് വഴിമാറുന്നു. പിന്നെ അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ടി 1 മണിക്കൂർ മാറ്റി വെക്കുന്നു. ആ ബന്ധം വളരുന്നു. ഞാൻ സ്വന്തമായൊരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2-3 പേരിൽ ഒരാൾ അത് തസ്മൈ ഗുരുജിയായിരുന്നു. അങ്ങ് വഴികാട്ടി തന്നു. അങ്ങ് പറഞ്ഞു ആലുവയിൽ ഒരു ഓഫീസുണ്ട്, രോഹിത്ത് പോയി നോക്കൂ, രോഹിത്തിന് പറ്റും തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങ് ഒരുപാട് സഹായങ്ങൾ പിന്നീട് മുന്നോട്ടുള്ള പോക്കിൽ ചെയ്തു തന്നു. അവിചാരിതമായ എന്നോളം എൻ്റർടൈൻമെൻറ്റ് ചാനൽ തുടങ്ങിയ ഞങ്ങൾ ആദ്യം ചെയ്തതും തസ്മൈ ഗുരുജിയുടെ ഒരു ശിഷ്യൻ്റെ വീഡിയോ ആയിരുന്നു എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ ചാനൽ, നമ്മുടെ ചാനൽ ബാക്കിൽ ഓടിയില്ലെങ്കിലും മറ്റു പല ചാനലുകളും അതിൻ്റെ റീൽസൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വിവാദമായും തമാശയായും കോമഡിയും ആയിട്ടൊക്കെ പോയി. പക്ഷേ തിരിച്ചറിഞ്ഞവർ അങ്ങയിലേക്ക് എത്തി. ഇപ്പോഴും അങ്ങയുടെ ശിഷ്യരായി തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതൊക്കെ എവിടെ ഇരുന്നോ ആരോ നിയന്ത്രിച്ചതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് ചാനലായി തുടങ്ങിയ ബാക്ക് പിന്നീട് സ്പിരിച്വൽ ചാനലായി മാറി. സ്പിരിച്വലി അറിയാൻ തുടങ്ങി. അതിലേറ്റവും സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ അതിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. സന്തോഷം. വഴികാട്ടിയതിന് താങ്ക് യു. നല്ലത് വരട്ടെ. നമ്മൾ സ്പിരിച്വലായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നെയും രോഹിതിനെയും ചീത്ത വിളിച്ച അനേകം ആളുകളുണ്ട്. എന്നെയാണ് കൂടുതൽ. എന്നെ വിളിക്കുന്നുണ്ട്. എത്ര നല്ലത് പറഞ്ഞാലും താഴെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു വലിയ അവസരം കിട്ടുകയാണ്. നമ്മൾ വളരെ സന്തോഷപൂർവ്വമാണ് അവരെ വിളിക്കുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കണം. കാരണം നിങ്ങൾക്കുള്ള ചോദ്യത്തിന് ഉത്തരം അവിടെ തരാൻ പറ്റുമോ ഞാനും ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക്
അത് കേട്ട് നിങ്ങൾക്ക് സംതൃപ്തനാവാൻ പറ്റുമെന്ന് നിങ്ങൾക്കും ഒന്ന് ശ്രമിക്കാം. ഇത് കിട്ടുന്ന അവസരമാണ്. ഈ അവസരം നമ്മൾ കളയല്ല ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയുടെ അടിയിൽ എഴുതുന്ന പോലെയല്ല. അവിടെ ആരും നിങ്ങളെ ഉപദ്രവിക്കാനോ മോശമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട പ്ലാൻ ഒന്നുമില്ല. ഓപ്പൺ ഏരിയ ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഇതിൽ സത്യസന്ധത എത്രയുണ്ടെന്ന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ തിരിച്ചറിഞ്ഞ ആളാണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു ഇലക്ഷന് നിൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് സമ്പാദിക്കാനോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ ഒന്നുമല്ല. എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. എൻ്റെ ഏറ്റവും നല്ല ഏരിയ ആയിരുന്നു ബോളിവുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത്രയും നല്ല ഒരു ഇൻഡസ്ട്രി ഇനി വേറെ കിട്ടാനില്ല. അവിടെ ഒരു തരത്തിലും ഒരു പ്രശ്നമില്ല. പൈസയ്ക്ക് പൈസ, സുഖത്തിന് സുഖം, സൗകര്യത്തിന് സൗകര്യം എല്ലാം ഉണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് വന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏരിയ ഇത് തന്നെയാണെന്ന് ഉദ്ദേശിച്ച് തന്നെ പോകുന്നതാണ്. അത് ഒരു പ്ലാനില്ലാതെ ഒന്നും പോകുന്നതല്ല. എൻ്റെ ഗുരു നിയോഗിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വളക്കൂറുള്ള മണ്ണ് മഹാരാഷ്ട്രയാണ്. കർണാടക പൊക്കോ, മഹാരാഷ്ട്ര പൊക്കോ, ബാക്കി ഏത് സ്റ്റേറ്റിൽ പൊക്കോ സ്പിരിച്വാലിറ്റിക്ക് ഭയങ്കര അധികം എന്താ പറയുക, ആളുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. വെറുതെ പോയി ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് പലപ്പോഴും ആളുകൾ ഈ കപട സന്യാസികളുടെ അല്ലെങ്കിൽ കപട സ്വാമിമാരുടെ പലരുടെയും ഫോട്ടോ അയച്ചു വെച്ച് അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, അടുത്തത് നീ ആണ് കേട്ടോ എന്നുള്ള രീതിയിലാണ്. അത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ എത്തും. ഇന്ന് രാവിലെയും അങ്ങനെ ഒരു മെസ്സേജ് വന്നു. ഇങ്ങനെ ഈ മെസ്സേജ് അയക്കുന്നതിലും നല്ലതാണ് നിങ്ങൾ നേരെ ആ ഓഡിറ്റോറിയത്തിൽ വരണം. നിങ്ങൾക്കുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കണം. എന്നാൽ മാത്രമേ ഈ സനാതനധർമ്മത്തിൻ്റെ സത്യം എന്താണെന്ന് ലോകം അറിയുള്ളൂ. എത്രയോ അന്യമതസ്ഥർ പോലും ഇത് അംഗീകരിച്ച് മത്സ്യമാംസവും ലഹരി പദാർത്ഥവും ഉപേക്ഷിച്ച് അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണമുള്ളത്? അവരുടെ ലഹരി പദാർത്ഥം അവരാണ് ഉപേക്ഷിച്ചത്, അവരാണ് മത്സ്യമാംസം ഉപേക്ഷിച്ചത്, അവരാണ് ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നത്. ഞാൻ ഇതിൻ്റെ എല്ലാം പരിപൂർണ്ണ തലത്തിൽ നിൽക്കുക. എനിക്കിനി പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, ഒന്നും ചെയ്യാനില്ല. ഞാനിങ്ങനെ വല്ലപ്പോഴും പറഞ്ഞു, എനിക്ക് പറയാനുള്ള എൻ്റെ ഉള്ളിലുള്ള എന്താണോ ഈ പ്രപഞ്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുള്ളത് അത് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് പോകും. ഒരിടത്ത് പോലും അസത്യമോ അധർമ്മമോ പറയാൻ നമുക്ക് താല്പര്യമില്ല. സത്യം മാത്രം പറയുക, അതിൽ മാത്രം നിലകൊണ്ടു പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്പിരിച്വൽ അവേഴ്സ് ഒരു അവസരമാണ്. ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ സംശയങ്ങളുള്ളവർക്ക്, വിമർശിക്കുന്നവർക്ക്, അനുകൂലിക്കുന്നവർക്ക്, എല്ലാ മേഖലയിലുമുള്ള ആളുകൾക്കുള്ള അവസരമാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൂവിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഒരു 200-250 പേർ, അതിൽ കൂടുതൽ പേർ ഈ ഒരു ആദ്യ പരിപാടിയിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റുള്ള അവസരങ്ങൾ നമുക്ക് ഒരുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിനൊരു രസം പറയട്ടെ. എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 1000 പേർക്കെങ്കിലുള്ള ഹോള് വെച്ച് തുടങ്ങും ഗുരുജി എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ആളുകളെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ ഈ പറയുന്നതിനകത്ത് പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി വരാനുള്ള സ്പേസ് വേണ്ട. 250 ഉറപ്പായിട്ടും ഇത് ഒരു മാസം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇതിൻ്റെ പോകെ പോകെ എല്ലാ മാസവും ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് പോകുന്നത്. ഒരു തവണ കാര്യം നമ്മളൊരു 7 മണിക്കൂർ സമയമാണ് ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. അതിലൊരു 1 മണിക്കൂർ സമയം ആഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നഷ്ടപ്പെടും. 4 ഗുരുക്കന്മാർക്കുണ്ട്. രാവിലെ മുതൽ ഉച്ചവരെ ഇവർക്ക് 4 പേർക്കും അവരുടെ ആശയങ്ങളും അവരുടെ കൺസെപ്റ്റുകളും പ്രേക്ഷകരുമായി പറയാനുള്ളൊരു അവസരമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് സംവാദ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് ലിമിറ്റേഷൻസ് ഉണ്ടാകും. 1000 പേര് വന്നാൽ ഈ 1000 പേർക്കും ചോദ്യങ്ങൾ, എനിക്കറിയാം ഇപ്പോഴത്തെ വിളിക്കുന്ന ഫോൺ കോളുകളുടെയും മെസ്സേജുകളുടെയും എണ്ണം കണ്ടാൽ 1000-ലേക്ക് എത്തും എന്ന് കൃത്യമായി അറിയാം. പക്ഷെ ഒരു നമ്പർ ആകുമ്പോൾ, നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആകുമ്പോൾ രജിസ്ട്രേഷൻ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അടുത്ത മാസത്തേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം നമുക്ക് തുറന്നിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം വരുന്നവർക്കൊക്കെ ഒരു ചോദ്യമെങ്കിലും ആചാര്യന്മാരോട് ചോദിക്കാനുണ്ടാകും. അതിൻ്റെ ഉത്തരം പറഞ്ഞ് തർക്കിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു സമയക്രമം പാലിക്കേണ്ടിയുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ആദ്യം പറഞ്ഞതും തസ്മൈ ഗുരുജിയോടാണ്. അപ്പോൾ ഗുരുജി എന്നോട് പറഞ്ഞത് അതിനെന്താ രോഹിത് പ്ലാൻ ചെയ്തോളൂ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള സംശയം, ഇനി ഞാൻ ഇദ്ദേഹത്തിനോട് ബാംഗ്ലൂരിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തിനോട് ഈ ഒരു പരിപാടിക്ക് വേണ്ടി വരാൻ പറയുമ്പോൾ എന്തായിരിക്കും മറുപടി എന്നുള്ളത്. രോഹിതിൻ്റെ ഡേറ്റ് രോഹിത് ഫിക്സ് ചെയ്തോളൂ, ഞാൻ എത്തിക്കൊള്ളാം, മറ്റുള്ളവരുടെ സൗകര്യം നോക്കിയാൽ മതി, ഞാൻ എന്നെ നോക്കണ്ട എന്നാണ് അങ്ങ് പറഞ്ഞത്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. രോഹിത് ആദ്യം പറഞ്ഞു ഇത് ആവർത്തന വിരസതയല്ല. ഞാൻ രോഹിത്തിനെ കാണുമ്പോൾ രോഹിത് ഒരു പ്രോപ്പർ ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്, നവകേരള എന്ന് പറഞ്ഞ ചാനൽ. അതിൽ ആദ്യമായിട്ട് വീഡിയോ നല്ല വ്യൂവേഴ്സും ഉണ്ടായിരുന്നു. അത് എൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല, നിങ്ങളുണ്ടാക്കിയെടുത്ത വ്യൂവേഴ്സിൻ്റെ ഇടയിലേക്കാണ് ഞാൻ ഇറങ്ങിച്ചെന്നത്.
അവിടെ ഞാൻ വന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആവശ്യവുമായിട്ടാണ്. അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞു. അത് നിമിത്തമോ പ്രപഞ്ച അല്ലെങ്കിൽ അനുഗ്രഹമോ അല്ലെങ്കിൽ അനുസരണയോ എന്തോ ആവട്ടെ, നിങ്ങൾ പതിയെ സ്പിരിച്വലിൻ്റെ ചാനലിലേക്ക് വന്നു അല്ലേ? അത് ഉറപ്പായിട്ടും. അപ്പോൾ ഒരാളോട് ഞാൻ പറയാണ്, നിങ്ങൾ പെട്ടിക്കട തുടങ്ങ്, നന്നായി വരുന്നുണ്ട്, ഞാൻ ആ കടയിൽ കയറി വെള്ളം കുടിക്കില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനം മേടിക്കില്ല, പിന്നെ എന്താ കാര്യമുള്ളത്? അതെ, ആ ഒരു ധർമ്മേ ഞാൻ ചെയ്യണുള്ളൂ. ആ ഒരു വഴിയിലൂടെ എനിക്ക് കിട്ടിയ സന്തോഷങ്ങൾ ഒരുപാടാണ്. കാര്യം ഇപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിലുള്ള ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുന്നു. സാധാരണക്കാരായ ഈ ഇതിൻ്റെ ആത്മീയ പാതയിലേക്ക് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരും നമ്മളെ കണ്ടാൽ ആ ഒരു മേഖലയിൽ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം. ഇന്നലെ ഞാൻ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോയിരുന്നു. ഞാനവിടെ മൊബൈലിലൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചേട്ടൻ ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ മൈക്ക് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി എൻ്റെ കൈ പിടിച്ചിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് പോയി. വീഡിയോ കാണുന്ന ആളാണ്, അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണല്ലോ. സ്പിരിച്വാലിറ്റിയിൽ കിട്ടുന്ന അംഗീകാരം ഉണ്ടല്ലോ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ എനിക്ക് വേണ്ടി ഒരു ആക്ടർ ആവാൻ പറ്റും, അതിനുള്ള കഴിവുണ്ട്. ഞാൻ ബോളിവുഡ് ഇൻഡസ്ട്രി ഇത്രയും നാൾ വർക്ക് ചെയ്തതാണ്. എൻ്റെ ഹോൾഡ് അനുസരിച്ച് എനിക്ക് ചെറിയ ആക്ടറായിട്ട് തുടങ്ങിയാലും മരിക്കുന്നതിന് മുമ്പ് ഒരു ആക്ടറായിട്ട് മാറാം. ഞാൻ മരിക്കുന്നതോടെ അത് തീർന്നു. ഇന്ന് പ്രേം നസീറിന് ആരെങ്കിലും അറിയോ? അറിയും, അങ്ങനെയല്ല. ആ ഒരു ആരാധനയുണ്ടോ? ആളുകളുടെ ഉള്ളിൽ തലമുറ മാറിയപ്പോൾ അത് മാറി പോയി. ഇതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജ് ഈ പറയുന്ന എല്ലാ നടന്മാരും ആളുകളുടെ ഉള്ളിൽ നിന്ന് പോകും. ശങ്കരാചാര്യർ പോയിട്ടുണ്ടോ? അവർ ചെയ്തു വെച്ച പ്രവൃത്തി പോയിട്ടുണ്ടോ? ഇല്ല. ശ്രീനാരായണ ഗുരു പോവോ? അവർ ചെയ്തു വെക്കുന്ന പ്രവൃത്തികൾ ഇവിടുന്ന് പോവോ? ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത. നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇവരൊക്കെ പുനർജനിക്കുന്നു എന്നുള്ളതല്ലേ? ഈ ഗുരുക്കന്മാർക്ക് പുനർജന്മം ഇല്ല. അവരുടെ ആശയങ്ങൾ പുനർജന്മത്തിലൂടെ, ഇപ്പൊ ഗുരുദേവന്റെ ആശയമാണ് ഞാനീ പറയുന്നത്. ശങ്കരാചാര്യരുടെ ആശയങ്ങൾ എന്നിലുണ്ട്, അത് പറയണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആശയങ്ങളാണ് നമ്മളിലൂടെ പ്രതിഫലിക്കുന്നത്. അവർ നമ്മളിലെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ പ്രാണനയിൽ പോലും അവരെൻ്റെ കൂടെയുണ്ട്. ഇത് കണ്ണുനീര് വരേണ്ട ആ സ്റ്റേജ് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാം എൻ്റെ കണ്ണ് നിറയാന്ന്. കാരണം അത്രമാത്രം അവർ ഉൾക്കൊണ്ട് അതേ പാതയിൽ തന്നെ ഒരു നിമിഷമെങ്കിലും ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ ഗുരുക്കന്മാർക്ക് ചീത്തപ്പേരുണ്ടാവില്ലേ എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും എൻ്റെ ഗുരുവിന്, ആ ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ആ ശങ്കരാചാര്യരുടെ ശിഷ്യനാന്നല്ലേ പറയണത്. ആ പരമ്പരയിൽപ്പെട്ടതാണ്. ശങ്കരാചാര്യ ശിഷ്യനല്ല, ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ ജീവശ്വാസത്തിൽ മുഴുവൻ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത തസ്മൈ ഗുരുജി എങ്ങനെയാണ് ഗുരുദേവന്റെ ശിഷ്യനാവുന്നത്? നേരിട്ട് കണ്ടിട്ടില്ലാതാ. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഗുരു ദർശനം തന്നാണ്. ആ ദർശനം എനിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാനേ ഒരു ഗുരുവിൻ്റെ ആശ്രമത്തിൽ, അതായത് നമ്മുടെ വർക്കല ശിവഗിരി ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു സ്വാമി, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ തസ്മൈ ഗുരുജിയുടെ പേരെന്തോ പറഞ്ഞപ്പോൾ എന്നോട് എടുത്ത വലിയ പുള്ളി വന്നു, അയകവട്ടാണ്. എനിക്ക് വട്ടാണ്. തസ്മൈ ഗുരുജി അയകവട്ടാണ്. ഇത് അങ്ങനെ പറയുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതിന് ഉത്തരം പറയാനില്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം, അവർ ഗുരുദേവന്റെ മക്കളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നവരോടും ദേഷ്യമില്ല, എനിക്കൊരു വിരോധമില്ല, ഒരിക്കലുമില്ല. അവരെയാണ് യഥാർത്ഥത്തിലുള്ള ഗുരുദേവന്റെ മക്കൾ. കാരണം ഗുരുദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ആശ്രമത്തിലെ ശിഷ്യഗണങ്ങളാണ് അവരല്ലേ. ഞാൻ ആദ്യം കാണാൻ പോയത് അവരുടെ അടുത്താണ്. 3 വർഷത്തോളം ഞാൻ അവിടുത്തെ സകല സ്വാമിമാരുടെയും കൂടെ തറയിലിരുന്ന് സംസാരിച്ച് പോന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ബ്രഹ്മജ്ഞാനിയാന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ പറയട്ടെ, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഏത് കോളേജിലാണ് പഠിച്ച് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ ബ്രഹ്മജ്ഞാനിയാന്ന് എങ്ങനെ അളക്കാൻ പറ്റുന്നത്? ഇന്ന് എനിക്ക് അളക്കാൻ പറ്റും. ഒരാൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നെടുത്ത് അവർ 1-ലാണോ 2-ലാണോ LKG-യിലാണോ എവിടെയാണ് നിൽക്കണമെന്ന് 10 മിനിറ്റിനുള്ളിൽ ഞാൻ പറയാം. അവരേത് സ്റ്റേജിലാണെന്നും പറയാം. അപ്പോൾ ശിവഗിരിയിലുള്ളവർക്ക് എന്നെ മുട്ടൻ ചീത്ത വിളിക്കാനുള്ള അവകാശമുണ്ട്. കാരണം അവരാണ് യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ മക്കൾ. അങ്ങൊരു ഏകലവ്യനാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഏകലവ്യനല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവൻ എന്നെ സ്വീകരിച്ചതാണ്, ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. എനിക്കറിയില്ല. എൻ്റെ പഴയ കഥകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഗുരുദേവന്റെ ഫോട്ടോ തല്ലി പൊട്ടിച്ചടങ്ങുന്ന എന്നെ തന്നെ എടുക്കുമോ? എല്ലാ ദിവസവും രോഹിത്തിന് ഇവിടെ വന്ന് ഒരുത്തൻ കള്ളു പിടിച്ചിട്ട് തെറി വിളിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം ഗുരുദേവനല്ല രോഹിത്തിന് തോന്നുകയാണ് അവൻ്റെ വാക്കുകളിൽ എന്തോ സാധനം ഉണ്ടെന്ന്. ചേട്ടാ ഇനി വന്നേന്ന് പറയും. ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അവൻ്റെ നാവിൽ നിന്ന് വരുന്ന സാധനങ്ങൾ അസാമാന്യ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ രോഹിത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആളായിട്ട് മാറും. ഇത് തന്നെ എൻ്റെ അടുത്ത് സംഭവിച്ചത്. ഞാൻ ഗുരുദേവന് മുട്ടൻ ചീത്ത വിളിച്ച് നടക്കാറുണ്ട്.
അങ്ങ് മറ്റേ 28 വയസ്സ് വരെ അങ്ങ് താന്തോന്നിയും തെമ്മാടിയുമായിരുന്നു എന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉള്ളത് തന്നെയാണ്. എനിക്ക് ആകെ വിഷമമുള്ളൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് പഴയ ഭാഗം എനിക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. അത് ഓർക്കുമ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട്. അതെനിക്ക് മായ്ക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ ഞാൻ മായ്ച്ച് ഉത്തമനായിട്ട്, അതായത് ശ്രീനാരായണ ഗുരു എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പൊ ഈ കുറച്ച് താന്തോന്നി തെമ്മാടിയായിട്ടൊക്കെ നടന്നു ഇപ്പൊ നടന്നാലും നാളെ രക്ഷപ്പെട്ടാൽ ഓക്കെയാണ്. ഞാൻ പറയില്ല. അത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് നല്ലത്. എന്താണെന്നറിയാം, നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് ആ ദുഃഖം തോന്നുന്നത്. എന്നെ മറ്റുള്ളവരെന്ത് പറയണമെന്ന് എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ പണ്ട് കള്ള് കുടിച്ചിട്ടുള്ള ഷാപ്പിൻ്റെ പടിക്കൂടെയാണ് ഇന്ന് പോകുന്നത്. അന്ന് ഷാപ്പിൽ കറി വെച്ച് ആ കള്ള് വിറ്റ ചേട്ടൻ അവിടെ നിന്ന് പാത്രം കഴുകി വെള്ളം ഒഴിക്കുമ്പോൾ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കി. എന്നെ കണ്ടപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഞാനൊന്ന് നിർത്തിയ ചേട്ടനോട് ഒന്ന് സംസാരിച്ചാലോ എന്ന് തോന്നി. പിന്നെ ഓർത്ത് വേണ്ട, അപ്പം ഞാനൊരു നല്ല കാര്യത്തിന് പോവാം, ഞാനങ്ങ് പോവാം. പക്ഷെ ആ ചേട്ടന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയും, പണ്ട് ഇവിടെ വന്ന് എന്റെ കള്ളു എന്റെ കറിയും കൂട്ടിക്കൊണ്ടിരുന്നവനാ പോകുന്നത്, അവൻ ഇന്ന് സ്വാമിയാ എന്ന് പറയും. അത് അല്ലാണ്ടും പറയണ്ടാവും. ആളുകൾ പറയട്ടെ, എനിക്കൊരു വിഷമമില്ല. ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ പാദം പതിഞ്ഞ ഒരു വീട് പോലും ഐശ്വര്യമില്ല. എല്ലാ വീടുകളും ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ അവർ ശിരസാ വഹിച്ച് ജീവിക്കുന്നില്ല. ഒരു ഗുരു ഒരു വീട്ടിൽ പാദം വച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം വരും. പക്ഷെ ആ ഗുരു പറയുന്ന വഴിക്ക് ജീവിക്കണം. ആ ഗുരു നിന്ന് കാണിച്ച് ജീവിച്ചാൽ ഗുരു അങ്ങ് വിട്ടേക്കും. പിന്നെ ഗുരു വിട്ടവനെ ദൈവം പോലും സംരക്ഷിക്കില്ല. ഇതാണ് പ്രപഞ്ച സത്യം ഞാൻ ഈ പറയണത്. അറിവുള്ള ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കും. നമ്മൾക്കായിട്ട് ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരിയല്ലേ? ദൈവം എവിടെ ഇരിക്കുന്നു എന്നോ, ദൈവത്തിൻ്റെ ഭാഷ എന്താണോ, ദൈവത്തിൻ്റെ രൂപം എന്താണോ, ദൈവത്തെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ വ്രതശുദ്ധിയില്ല, നൊയമ്പില്ല, യാതൊന്നുമില്ലാതെ വെറുതെ നമ്മൾ ക്ഷേത്രം തോറും കയറി ഇറങ്ങി കാപട്യം കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു ആത്മാർത്ഥതയില്ല, സത്യസന്ധതയില്ല. ശരിയാണോ അല്ലയോ? അങ്ങനെയുള്ളവരും ഉണ്ട്. ഇല്ല, പ്ലീസ്. ഉണ്ടെന്ന് വെറുതെ ഞാൻ പറയില്ല. 1% പോലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോവില്ല. അല്ല, സ്വാഭാവികമായിട്ടും ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിൽ പോകാറില്ല. അത് തന്നെ, എന്നെ രക്ഷിക്കണേ എന്നാണ് പറയാം. ഇതാണ് സ്വാർത്ഥം എന്ന് പറയും. ഇങ്ങനെ ചെല്ലുന്നവനെ ഇപ്പൊ രോഹിത്തിന്റെ അടുത്ത് ഒരാൾ വരികയാണ്, എന്റെ സ്വാർത്ഥതയുമായിട്ടാ വരുന്ന രോഹിത്ത് നിമിഷത്തിനുള്ളിൽ പിടിക്കും. അപ്പൊ രോഹിത്ത് ചിന്തിക്കും എന്റെ ലാഭം എന്താണ്. ഉറപ്പായിട്ടും ഞാൻ നിസ്വാർത്ഥനായതുകൊണ്ട് തന്നെയാണ് രോഹിത്ത് എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വാർത്ഥനാണെന്നുണ്ടെങ്കിൽ രോഹിത്ത് പറയും, ഗുരുജി ഒരു എപ്പിസോഡിന് എനിക്ക് ഇത്ര രൂപ വേണം പറയാറുണ്ട്. ഇല്ലേ? കാരണം എന്താ? ഞാൻ നിസ്വാർത്ഥ. ഞാൻ വിളിക്കുന്നവരോട് ചോദിക്കും, എത്രയാണ് നിങ്ങളുടെ കൺസൾട്ടേഷൻ ഫീസ്? എന്നെ ഒരാളും കൊണ്ട് വിളിക്കുകയാണ്, രോഹിത്ത് ഞാൻ ആ ബാക്ക് മീഡിയ കാണാറുണ്ട്, നിങ്ങളുടെ ചാനൽ കൊള്ളാം, എനിക്കൊരു ഇന്റർവ്യൂ അതിൽ തന്നാൽ കൊള്ളാമെന്നുണ്ട്. ശരി, എത്രയാണ് നിങ്ങളുടെ കൺസൾട്ടേഷൻ ഫീസ്? എൻ്റെ ചോദ്യം അടുത്തതായിരിക്കും. അദ്ദേഹം പറയാണ് ഒരു 300 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ എന്ന് പറഞ്ഞാൽ ചേട്ടൻ വന്നോളൂ, നമുക്ക് ആ ബാക്കിലോ ജ്യോതിഷത്തിലോ നമുക്ക് എടുക്കാം, അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ചേട്ടാ, വന്നോളൂ എന്ന് പറയും. അതേസമയം 5000 രൂപ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി എങ്കിൽ ഞാൻ പറയും, ചേട്ടാ ഞങ്ങളുടെ ഷൂട്ടിൻ്റെ എക്സ്പെൻസ്, ഞങ്ങളുടെ കറണ്ട് ബില്ല്, ക്യാമറ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിന് ഇത്ര രൂപയാണ്. സ്വാഭാവികമാണ്, ക്ലിയർ കട്ടാണ്, കൃത്യമായിട്ട്. ഇതാണ് ബിസിനസ്. ഞാനിത് ബിസിനസ് അല്ല. ഞാൻ പണം വാങ്ങിയിട്ടില്ലാത്ത ഒന്നിലധികം അതിഥികളുണ്ട്. അതിഥികൾ ഒരുപാടുണ്ട്, പക്ഷേ അല്ല, അത് ഒന്നിലധികം അതിഥികളുണ്ട്. പണം വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ക്യാബിൽ നമ്മൾ പോയി കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ കയ്യിലോ എന്തിരുന്നു ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അവർ രൂപത്തെ ഇതൊരു ബിസിനസ്സാണ്, ഇത് നിലനിൽക്കേണ്ടത് ഞാനടക്കമുള്ള ആളുകളുടെ ആഗ്രഹം ആവശ്യമാണ്. പക്ഷേ രോഹിത് പണം വാങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുറച്ചാൾ കഴിയുമ്പോൾ രോഹിത് മടുക്കും. തീർച്ചയായിട്ടും എല്ലാ മാസം അവസാനം കൂടെ നിൽക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? മാസം അവസാനം കൊടുത്തില്ലല്ലോ അടുത്ത മാസത്തിൽ കൊടുക്കണ്ടേ? വാടക കൊടുക്കണ്ടേ? കറണ്ട് ബില്ല് അടക്കണ്ടേ? മറ്റു കാര്യങ്ങൾ. അന്ന് കണ്ട രോഹിത്തിനേക്കാൾ ഇന്ന് രോഹിത് കണ്ടമാനം ഉയർന്നു കഴിഞ്ഞു. അന്ന് കാണുമ്പോൾ ഒരു പാട്ട വണ്ടി ഉണ്ടായിരുന്നു, നല്ല ചാനലായിരുന്നു. ഞാൻ കണ്ടത് പറഞ്ഞതാ, അത് നല്ലതായിരുന്നു ചീത്തയായിരുന്നുള്ളതല്ല. ഇന്ന് രോഹിത് ഓരോ പ്രാവശ്യം കാണും പുതിയ വണ്ടി. എനിക്ക് വേറെ വണ്ടി ആയിക്കോട്ടെ, ഞാൻ കണ്ടിട്ടില്ല. ഇന്നത്തെ വ്യത്യാസം പറയാണ്, ഇന്ന് രോഹിത്തിന്റെ ഓൺ ഓഫീസിലായിരിക്കണം. ഒരു നിസ്വാർത്ഥത കൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ എത്തിയത്. ഞാൻ നിസ്വാർത്ഥതയുടെ കാര്യം പറഞ്ഞു വന്നത്. നമ്മളൊരു പെണ്ണ് കാണാൻ പോവാണ്. ഏതെങ്കിലും ഒരു പയ്യൻ എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്കൊരു നല്ല ധർമ്മപത്നിയെ വേണ്ടതെന്ന്? ഇല്ല. അവൾക്ക് സുന്ദരിയാണോ, അവൾക്ക് എത്രമാത്രം ആടയാഭരണങ്ങൾ കിട്ടും, തൊടിയിൽ എത്രയുണ്ട്, അതെങ്ങനെ, ഇതാ നോക്കുന്നതെങ്കിൽ അവനത് കിട്ടും. അവന് നല്ല ഭാര്യയെ കിട്ടില്ല. ഒരു വിവാഹം ചെയ്യാൻ പോകുന്നവൻ ആഗ്രഹിക്കേണ്ടത് എനിക്കൊരു നല്ല ധർമ്മപത്നിയെ വേണമെന്ന് ആഗ്രഹിക്കണം. ഒരു വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന ഒരു പെൺകുട്ടി വേണ്ടത് എനിക്കൊരു ഉത്തമനായിട്ടുള്ള ഒരു ഭർത്താവിന് വേണമെന്ന് ആഗ്രഹിക്കേണ്ടത്. ഒരു സർക്കാർ ജോലിയുള്ള പയ്യൻ വേണമെന്ന് ആലോചിച്ച് അത് കിട്ടും, ഭർത്താവായിരിക്കില്ല. നിസ്വാർത്ഥതയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇതുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞത്, ആത്മീയത ഇല്ലാത്ത ഭൗതിക ജീവിതത്തിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞു.
ആത്മീയതയിലൂന്നിയ ഭൗതിക ജീവിതമാണെന്നുണ്ടെങ്കിൽ എവിടെയും നമുക്ക് നിസ്വാർത്ഥത വരും. ക്ഷേത്രത്തിൽ പോകുമ്പോഴും നിസ്വാർത്ഥത വരും. ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ പോകണം, അല്ലാതെ എനിക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട ഒരാവശ്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പോകണില്ല. അഹങ്കാരമല്ല, എളിമയോടെ പറയാണ്. എനിക്ക് ദൈവം എവിടെ ഇരിക്കണേന്ന് അറിയാം. പിന്നെ എന്തിനാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോണത്? അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കണം വേണ്ടേ? എനിക്ക് അത് അവിടെ നിൽക്കണ്ട. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിന്നാലും അതേ ദൈവമാണുള്ളത്. തൂണിലും തുരുമ്പിലും എവിടെയുണ്ടോ എല്ലായിടത്തും അതേ ദൈവമുള്ളത്. ആ ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് പറ്റാത്തവൻ ക്ഷേത്രത്തിൽ പോകണം, പോകരുതെന്നല്ല പറയണത്. ക്ഷേത്രം നമ്മളുടെ ആചാരത്തിൻ്റെ ആദ്യാക്ഷരം കുറിക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെ നിന്നാണ് നമ്മൾ അക്ഷരം കുറിച്ച് തുടങ്ങുന്നത്. അവിടെ നിന്ന് നമ്മൾ ഉയർന്നു പോകണം. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ 1-ാം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ അതിനെ പറയുന്നത് ശരിയാണോ, ഭക്തി കാപട്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് പലപ്പോഴും മുഴുവൻ എല്ലാ വശവും അടച്ചു പറയാൻ പറ്റില്ല. അങ്ങനെ ചില ആളുകളപ്പോൾ എൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കയറ്റി വയ്ക്കും. ഞാൻ തൊണ്ടത്തൊഴിലാളിന്ന് എപ്പോഴും പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന വലിയൊരു പ്രഭാഷകനുണ്ട്, ഇത് നന്നായിട്ട് പ്രഭാഷണം ചെയ്യുന്നറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിക്കൽ ഞാൻ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം നോൺ വെജിറ്റേറിയൻ ഹോട്ടലുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ തൊഴിലാളി എന്ന് പറയാൻ തുടങ്ങിയത്. ഇവർ തൊഴിലാണ് ചെയ്യുന്നത്, ആ തൊഴിലിന് പൈസ മേടിക്കും. ഞാൻ എന്തെങ്കിലും ഇതിന് പൈസ മേടിക്കണ്ടെങ്കിൽ ഞാനും തൊഴിലാളിയായി. എത്രയോ സ്ഥലത്ത് പ്രോഗ്രാമിന് പോയിരുന്നു. എനിക്ക് ലക്ഷം രൂപ കയ്യിൽ വരുമ്പോൾ ഞാനത് അങ്ങനെ തന്നെ അവിടുത്തെ നടത്തിപ്പുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരികെ പോവുക ചെയ്യുന്നു. ദൈവസഹായം ഇന്ന് എനിക്ക് പൈസയ്ക്ക് ആവശ്യം, ഈ ജന്മത്തിൽ ഇതിന് പൈസയ്ക്ക് ആവശ്യമില്ല. അത്രത്തോളം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതുകൊണ്ടല്ല, എനിക്കിനി ആവശ്യമില്ല. പ്രപഞ്ചം അനുഗ്രഹിക്കുന്ന ഒരാൾക്കുണ്ടല്ലോ, പിന്നെ വേണ്ട, പൈസയുടെ ആവശ്യമില്ല. ഏതിലെ പോയാലും നമുക്ക് എല്ലാ സുഖ സൗകര്യവും ഉണ്ടാവും. പിന്നെ എന്തിനാ പൈസ? നമുക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം വേണം, കഴിക്കാൻ ഇത്തിരി ഭക്ഷണം വേണം, സഞ്ചരിക്കാൻ വാഹനം വേണം. ഇന്ന് ഞാൻ ഈ ഉപയോഗിക്കുന്ന വാഹനം ഇവിടെ ഇട്ടേച്ച് പറയാണ്. എനിക്ക് നാട്ടിലേക്ക് പോകണമെന്ന് വെറുതെ ഒന്ന് നാളത്തെ ക്ലാസ്സിലൊന്ന് പറഞ്ഞാൽ മതി, 10 പേരെ എന്നെ വണ്ടി കൊണ്ട് വന്ന് എന്നെ ആശ്രമത്തിൽ കൊണ്ടാക്കാൻ വണ്ടിയായിട്ട് വരും. പിന്നെ എന്താ കുഴപ്പം? അത്ര ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടല്ലേ? അല്ല, ഫോളോവേഴ്സ് എന്നുള്ളതല്ല. എൻ്റെ മെഡിറ്റേഷൻ ചെയ്ത് ഞാൻ ആരും ഫോളോ ചെയ്യാൻ പറയില്ല. ഒരിക്കലും എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറയണത് പോലും എനിക്കിഷ്ടമല്ല. അവരെല്ലാം എൻ്റെ ശിഷ്യഗണങ്ങളാണ്. അവരാ ധർമ്മത്തിൽ ജീവിക്കുകയാണ്. എവിടെയെങ്കിലും ജീവിച്ചാൽ മതിയാണ്. അപ്പോൾ ഫോളോവേഴ്സ് അല്ല എനിക്കുള്ളത്. ഓക്കെ, എന്തായാലും സ്പിരിച്വൽ അവേഴ്സ് അപ്പോൾ പ്രേക്ഷകരോടാണ്, കഴിയുന്ന ആളുകൾ എത്തിച്ചേരുക, പങ്കെടുക്കുക. തസ്മൈ ഗുരുജി അടക്കം 4 ഗുരുവര്യന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇത്. ജനങ്ങൾക്കും ഗുരുക്കന്മാർക്കും ഇതിൻ്റെ കോർഡിനേറ്റേഴ്സായ ഞങ്ങൾക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ നടക്കട്ടെ. അറിവുകൾ നേടാനും സംശയങ്ങൾ പറഞ്ഞതല്ലാണ്ട് ഒരു വാചകം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അനേകം ആളുകളെ കണ്ടിട്ടുണ്ടാവും. ഒരു ഗുരു എന്ന് സ്വയം പറയുന്ന ഒരാൾ, ഞാൻ തന്നെ പറഞ്ഞില്ല ഞാൻ ഗുരുവാണെന്ന്. എന്നെ ഒരു പ്രത്യേക മഠത്തിൻ്റെ കീഴിൽ വന്നിട്ട് എനിക്കൊരു പേരിട്ട് ഞാനൊരു ഗുരുവാണെന്ന് ആരും പറഞ്ഞു തന്നേക്കണമല്ല. ഞാൻ തന്നെയാണ് ഒരു ദിവസം ഡിസൈഡ് ചെയ്തത് ഞാൻ ഗുരുവാണെന്ന്. എന്നെ ഇനിമേലിൽ ഗുരു എന്നേ വിളിക്കാവുള്ളൂ ഞാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ദൃഢനിശ്ചയത്തോടുകൂടി ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ പരീക്ഷിച്ചോ. ഇവൻ ഗുരു ആണോ അല്ലയോ എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്നെ ഇങ്ങനെ കീറിയിട്ട് ഭിത്തിയിലങ്ങ് ഒട്ടിക്കണം. അതിന് കിട്ടുന്ന ഒരു അവസരമാണെന്നെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ വരണം പ്രോഗ്രാം. അത് ഗുരുജിയുടെ ഭാഷയാണ്. എങ്കിൽ പോലും എല്ലാ വിഷയങ്ങൾക്കും 2 വശങ്ങളുണ്ട്. ആ 2 വശങ്ങളെ കുറിച്ച് ചർച്ചകൾ ഉണ്ടായാൽ ആ ചർച്ചകൾ ആരോഗ്യപരമാവും. അല്ലാതെ ഒരു കൂട്ടം ആളുകൾ വന്ന് ഗുരുജിയെയും മറ്റുള്ളവരെയും പുകഴ്ത്തിയിട്ട് പോകുന്നത് ചർച്ചയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും തർക്കങ്ങളുള്ളവർക്കും പങ്കെടുക്കാം. നിങ്ങളുടെ തർക്കങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ തർക്ക പോയിന്റുകൾ കൃത്യമായി ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് സൗജന്യമായി പാസ് അനുവദിച്ചു തരാനും ഞങ്ങൾ തയ്യാറാണ്. എന്താ ഗുരുജി? ആവശ്യമുണ്ട്. അത് തന്നെയാണ്. ഓക്കെ, എന്തായാലും എല്ലാവർക്കും 20-ാം തീയതി നടക്കുന്ന സ്പിരിച്വൽ അവേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു.